ഒരു മൂവിയുടെ കഥ നടക്കുന്നത് അമേരിക്കയിലെ ഒരു മഞ്ഞ് മൂടിയ പ്രദേശത്താണ്. അപ്പൊ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു പ്രദേശം, അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെ രണ്ടുപേര് വരുന്നു. കപ്പിൾസ് ആണ്, പോൾ ആൻഡ് ബ്രെന്നി. അപ്പോൾ എന്തായാലും രണ്ടുപേരും വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ആ ഒരു സന്തോഷവും അവർക്കുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിലാകുമ്പോഴത്തേക്കും രണ്ടുപേരും അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് ഫുഡെല്ലാം കഴിക്കാണ്. ആ ഒരു സമയത്ത് പോൾ ആണെങ്കിൽ അവർക്കൊരു നായുണ്ട്, അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു റെസ്റ്റോറന്റിനകത്തേക്ക് ഈ രണ്ടുപേരും ഇങ്ങനെ കയറി വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം അവരെ കളിയാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നല്ല ഒച്ചത്തില്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പോൾ ആണെങ്കിലോ, ഹലോ, ഒന്ന് പതുക്കെ സംസാരിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ജെർമി എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ ഒരു കാര്യം കേട്ടിട്ട് അവന്റെ കൂടെയുള്ള മറ്റവനെ വിളിച്ച് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബ്രെന്നി ആയാലും പോളിനോട് പറയുന്നുണ്ട്, ഹേയ്, എന്താ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നേ? അപ്പോൾ അവൻ പറയും, സോറി, ആ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവരുടെ വണ്ടി എടുത്ത് തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് രണ്ടുപേരും കൂടി കുളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ചെറിയൊരു ബാത്ത് ടബ് ഉണ്ട്, അതിലാണെങ്കിൽ വെള്ളം നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ പോൾ ആണെങ്കിൽ ബ്രെന്നിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു മോതിരം വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊരു സർപ്രൈസ് ആയിട്ട് അവളോട് പറയാനായിട്ടാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ ഒരു ബാത്ത് ടബിൽ കിടക്കുമ്പോഴത്തേക്കും ബ്രെന്നിക്കായാലും ഇപ്പോൾ പോളിനോട് ആ ഒരു താല്പര്യം ഉള്ളതുപോലെ തന്നെ അവനെ ഒന്ന് കിസ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോൾ ആണെങ്കിലോ റൂമിനകത്തേക്ക് കയറി പോയിട്ട് നല്ലതുപോലെ കുളിച്ച് എന്തായാലും പ്രപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ അവർ റെഡി ആവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെന്നി അവള് വെളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെന്നായ അതിങ്ങനെ മുറുകുന്ന ആ ഒരു ശബ്ദം കേട്ട് അവൾ ആ ഒരു വശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. നമ്മുടെ പോളാണെങ്കിലും ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ബ്രെന്നിയെ വിളിക്കുമ്പോൾ അവൾ പ്രതികരിക്കുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു ഡോർ തുറന്നിട്ട് അവൻ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും കാല് തെറ്റി നേരെ താഴേക്ക് വീഴും. താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആഹാ വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്രെന്നി അവിടെ മരിച്ചു കിടക്കുന്നു. അത് കൊടൂരമായിട്ട് അവളെ കൊന്നിട്ടുണ്ട്. കൂടാതെ ആ ഒരു മഞ്ഞിലാണെങ്കിലോ ഒരു വലിയ ചെന്നായിയുടെ കാൽപ്പാടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അവിടേക്ക് രണ്ട് പോലീസുകാരും വരുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് ജോൺ എന്ന് പറഞ്ഞ ഒരുത്തൻ കൂടെയുള്ള കുറച്ച് ആളുകളോട് ഒരു കാര്യം സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മദ്യം കഴിച്ചിട്ട് അഡിക്റ്റ് ആയ ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെ നിന്ന് അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാനും ഒരു സമയം നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു. അത് കാരണം എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായി, എന്റെ ചുറ്റിനുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു മെസ്സേജ് കാണുന്നതും അവൻ അവിടെ നിന്ന് പേടിച്ച് നമ്മുടെ പോളിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ജോൺ ഒരു പോലീസുകാരനാണ്. ആ ഒരു സമയത്ത് തന്നെ അവിടെ ഒരു ഷെരീഫും അതേപോലെ തന്നെ ഇവരുടെ പാർട്ണറായിട്ടുള്ള ജൂലിയയും നിൽപ്പുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കാര്യം ഇതിനു മുന്നേ ഈ ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷെരീഫായാലും നേരെ കാറിനടുത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അവർ വന്നിട്ട് ആ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ഓരോ 2 വർഷത്തിനിടയ്ക്കും ഇതുപോലുള്ള കാര്യം ഈ ഒരു നഗരത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും സംശയിക്കുന്ന രീതിയിൽ ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഷെരീഫിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഓഫീസിലേക്ക് വന്ന നമ്മുടെ ഷെരീഫ് ജോണിനോട് കാര്യം പറയും, എന്റെ മകൻ മറ്റൊരു സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവിടെയാണെങ്കിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജോൺ പറയും ഇതാരെങ്കിലും അവരെ കൊന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ ഇതൊരു മർഡർ കേസ് ആയിട്ടാണ് ജോൺ പറയുന്നത്. അതേസമയം തന്നെ നമ്മുടെ ജൂലി ഉണ്ടല്ലോ, അവള് നേരെ ജെർമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു തന്നെ പോയി കാണുകയാണ്. കാരണം ഇവരായിട്ടാണ് നമ്മുടെ പോളും അവന്റെ കാമുകി ആ ഒരു സംസാരമായത്. വേറെ ഒന്നുമല്ല, പോള് ഇവനോട് ഒച്ച കുറച്ച് സംസാരിക്കാണ്ട് പറഞ്ഞല്ലോ. ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ ജെർമി ഞങ്ങളന്ന് സംസാരിച്ചതെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ പിന്നീട് ആ ഒരു പ്രശ്നം അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കാണ് മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കാണിക്കുന്നു. അവള് ഒരു സ്കീയിങ് ഇൻസ്ട്രക്ടർ ആണ്. ഇപ്പൊ അവളാണെങ്കിലും കുറച്ച് ആളുകൾക്ക് ഈ ഒരു സ്കീയിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അവൾ ആരെയോ ഒരാളെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജൂലി ആണെങ്കിലോ വീട്ടിലിരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും ആ ഒരു കേസിനെ പറ്റി ഇങ്ങനെ നോക്കാണ്. ബ്രെന്നി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ശരീരം, അതേപോലെ തന്നെ അവിടെ കണ്ടിരുന്ന ആ ഒരു കാൽപ്പാടുകള്, ഇതെല്ലാം വെച്ചിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഹെന്നയെ കാണിക്കുമ്പോൾ രാത്രിയാവുന്ന സമയത്ത് അവള് ഫുഡെല്ലാം കഴിച്ചിട്ട് അവളുടെ വാൻ ഉണ്ട്, അവിടേക്ക് വന്നിങ്ങനെ ഇരിക്കും. ആ ഒരു സമയത്താണ് അടുത്തുള്ള കാട്ടിൽ നിന്നും ഈ ചെന്നായ്ക്കളെല്ലാം മോരിയിടുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. കുറച്ചു നേരം അത് കേട്ടിട്ട് പിന്നീട് അത് കേൾക്കുന്നില്ല. അപ്പോഴേക്കാണ് അവള് അത് സാധാരണ രീതിയിൽ തന്നെ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും കാടിനുള്ളിൽ നിന്ന് ഒച്ച കേൾക്കുമ്പോൾ അവൾ ആ ഒരു വശത്തേക്ക് നടന്നു വന്നിങ്ങനെ നോക്കും. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളായാലും നേരെ തിരിച്ച് ആ ഒരു വാനിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ വീണ്ടും ആ ഒരു ശബ്ദം നല്ലതുപോലെ കേൾക്കുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു ശബ്ദം അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവളായാലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കണ്ട് അവൾ നല്ലതുപോലെ ഞെട്ടുന്നു. എന്നിട്ട് അലറി വിളിച്ചിട്ട് ആ ഒരു വാനിലേക്ക് കയറാനായിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഡോറ് അടഞ്ഞു കിടക്കുന്നു. അതിനു മുന്നേ തന്നെ ആ ഒരു ജീവി ഈ ഒരു വാന്റെ പുറകിൽ വരുമ്പോ അതെന്താണെന്ന് വെച്ചാല് വലിയൊരു ചെന്നായാണ്. അപ്പോ ഹെന്നെ ആയാലും ആ ഒരു വാന്റെ പല വശങ്ങളിലായിട്ട് ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. ഒരവസരത്തിൽ ആ ഒരു ചെന്നായ അവളുടെ പുറകെ വന്ന് അവളെ അടിച്ച് താഴേക്കിട്ട് അങ്ങനെ വന്നിട്ട് അവളുടെ കൈ അങ്ങനെ കടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെന്നായ അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കാണിച്ചു തരുമ്പോ
അതൊരു മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ ചെന്നായുടെ തല മനുഷ്യനെ പോലെയുള്ള ശരീരമാണെങ്കിലും ഒരുപാട് രോമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹെന്നയും ആ ഒരു ചെന്നായ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ജോൺ, ജൂലിയ ഇവരെല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് ഹെന്നയുടെ ശരീരം ഇവർ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ജോൺ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സീരിയൽ കില്ലറിന്റെ പണിയാണ് എന്നുള്ള രീതിയിൽ ജോൺ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അടുത്ത് നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട മറ്റുള്ളവരുണ്ടല്ലോ, അവർ പറയുന്നത് ഏതെങ്കിലും വലിയ കരടി വല്ലതും ഈ ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്തായിരിക്കാം, അതുപോലെയാണ് അവർക്ക് തോന്നുന്നതാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണും അതേപോലെ തന്നെ മറ്റുള്ള കുറച്ച് ഓഫീസേഴ്സും ഈ ഒരു കേസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവരിപ്പോ പറയുന്നത് ഇതേതെങ്കിലും മൃഗമായിരിക്കാം, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഇവർ സംസാരിക്കുമ്പോൾ അപ്പൊ ഇതിലൊരു പോലീസുകാരൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്കിത് FBI ഏൽപ്പിച്ചാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ജോൺ പറയും, ഇല്ലില്ല, ഈ ഒരു കേസ് എന്തായാലും ഞാൻ തന്നെ അന്വേഷിക്കും. ഇതൊരു കരടിയോ മറ്റേതെങ്കിലും മൃഗമാണോ അതോ ഇനി മനുഷ്യൻ തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം അവൻ തന്നെ കണ്ടുപിടിക്കും എന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ വേറെ ഒന്നുമല്ല, ഹന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ അച്ഛനാണെങ്കിലോ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പോലീസിനെ കുറ്റം പറയുന്നുണ്ട്. കാരണം ഇതുവരെയും കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും അതിലുള്ളൊരു പോലീസുകാരൻ പറയും, ശരി ഫോറൻസിക്കിൽ നിന്നും ആളുകൾ എന്തായാലും വന്നിട്ട് അവിടെയുള്ള ഫുട് പ്രിന്റും അതേപോലെ തന്നെ മരിച്ചവരുടെ ദേഹത്തുള്ള അടയാളങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ആരാണ് കൊലയാളി എന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ജോൺ ആണെങ്കിൽ നേരെ ഹെന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. മരണാനന്തര ചടങ്ങെല്ലാം നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹെന്നയുടെ അച്ഛനായാലും ജോണിനെ കണ്ട് സാധാരണ ഈ ഒരു പോലീസുകാരുടെ അച്ഛന്മാരൊക്കെ പ്രതികരിക്കുമല്ലോ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ നമ്മുടെ ജോണിനെ കണ്ട് ഒരുപാട് വഴക്കെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ജോൺ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുറെ നേരം അവന്റെ ആ ഒരു കിച്ചണിൽ പോയി ഇങ്ങനെ നിൽക്കാണ്. എന്തോ ഒരു കാര്യം അവൻ കുറെ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവസാനം അവൻ ഈ ഒരു ടെൻഷൻ സഹിക്കാൻ കഴിയാതെ വീണ്ടും അവൻ ആൽക്കഹോൾ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ജോൺ നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയ ജോണിന് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ഷെരീഫ് പറയുന്നത്, അനിമൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോൺ പറയും, സാർ അതൊരിക്കലും ഒരു അനിമൽ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കൂട്ടത്തിലുള്ള മറ്റൊരു പോലീസുകാരൻ പറയും, ചിലപ്പോ വലിയ ചെന്നായ്ക്കളാണെങ്കിലോ നമ്മൾ ഈ ഒരു സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും മനുഷ്യ ചെന്നായി ആയിരിക്കാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ മണ്ടൻ ജോൺ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതെന്തായാലും ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ എന്തായാലും അവനെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ നേരത്തെ ആ ഒരു പോലീസുകാരൻ പറഞ്ഞല്ലോ, അയാൾ പിന്നെയും പറയുന്നുണ്ട് അനിമൽസിന്റെ കാൽപ്പാടുകൾ അവിടെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ജോൺ അപ്പോഴും പറയും അതങ്ങനെയൊന്നും അല്ല, ഇത് മനുഷ്യൻ തന്നെയാണെന്ന് ഇവൻ വട്ടുപിടിച്ച് എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ആ ഒരു ഷെരീഫ് വന്നിട്ട് നമ്മുടെ ജോണിനെ വിളിച്ച്, ജോൺ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു കേസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നെല്ലാം പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ജൂലിയ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ഒരു ശരീരങ്ങളൊക്കെ കിട്ടിയ ആ ഒരു ഭാഗത്ത് നിന്നും നായനെ പോലെ തോന്നിക്കുന്ന ചില മുടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അത് ചെന്നായ്ക്കളുടെ മുടികളാണ്. അതുമല്ലാതെ വിക്ടിംസിന്റെ ശരീരത്ത് കണ്ട ആ ഒരു മുറിവുകള് അത് നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു ചെന്നായ്ക്കളുടെ നഖങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ മരിച്ചവർ കിടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ കാൽപ്പാടുകള് ഏതോ ഒരു വലിയ മൃഗത്തിൻ്റെതാണ്. ഒന്നുകിൽ ഒരു വലിയ കരടി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റക്കടിക്ക് മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന ഏതോ ഒരു മൃഗം. ഇനിയിപ്പോ ഒരു കൊലയാളിയാണെങ്കിൽ ഒരു തെളിവ് പോലും അവിടെ അവശേഷിപ്പിക്കാതെയാണ് അവർ പോയിട്ടുള്ളത് എന്ന് നമ്മുടെ ജൂലിയ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജോൺ നേരെ അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ മകളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവള് പറയും, പേടിക്കണ്ട ചാ, എന്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടെന്ന് പറയുമ്പോൾ മോളെ ഇതിന്റെ സീരിയസ്നെസ് എത്രത്തോളം വലുതാണെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് ജോൺ പറയുമ്പോഴത്തേക്കും അവന്റെ മുഖത്തുള്ള ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അതുപോലെ നമ്മുടെ ജോണിന്റെ ഭാര്യ അവന്റെ മകള് കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അതിനുശേഷം അവളെ ഒറ്റയ്ക്ക് വളർത്തുന്നത് നമ്മുടെ ജോണാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ ജോൺ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് അടുത്ത ദിവസം നമ്മുടെ ജോണും ജൂലിയയും കാറിൽ ഈ ഒരു കാര്യങ്ങളെ പറ്റി സംസാരിച്ചിങ്ങനെ പോവാണ്. അതുപോലെ ജൂലിയ ശരീരങ്ങളുടെ അടുത്ത് കണ്ട ആ ഒരു കാൽപ്പാടുകളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോൺ ആണെങ്കിലോ ഇതേതോ ഒരു മനുഷ്യൻ ചെയ്തതാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇവര് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു കാറിലേക്ക് എന്തോ വന്ന് ഇടിക്കുന്നു. അപ്പോൾ രണ്ടുപേരും പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇനി ഇതുപോലെ കരടിയായിരിക്കോ, കരടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയോ, ആയിരിക്കത്തില്ല ഇനി വേറെ ആരെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരു ചെറിയ ക്യാബിൻ പോലൊരു സ്ഥലം, അവിടേക്ക് ഒരു ചെന്നായ ആ ഒരു ക്യാബിനടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ അതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആരോ ഒരാള് തന്റെ ദേഹത്ത് എന്തൊക്കെയോ കുത്തിവെക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂലിയയും ജോണും നേരെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോളിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ അവര് സംശയിക്കുന്നുണ്ട് ഇനിയിപ്പോ പോൾ തന്നെയായിരിക്കും അവന്റെ കാമുകിയെ കൊന്നതെന്ന്. അപ്പൊ അവൻ പറയും, ഞാൻ ഒരിക്കലും എന്റെ കാമുകിയെ കൊന്നില്ല, ആ ഒരു വിഷമത്തിൽ നിന്നെല്ലാം ഞാൻ ഇപ്പോഴാണ് പുറത്തു വന്നത് എന്നെല്ലാം അവൻ പറയുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു രാത്രി നിങ്ങൾക്ക് സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ, ശബ്ദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതൊന്ന് ഓർത്ത് പറയാനായിട്ട് പറയുമ്പോൾ അവൻ പറയും, ഇല്ല അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറയും. അപ്പൊ ഇവരായാലും വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പോളിനായാലും അവന്റെ കാമുകിയെ പറ്റി ആലോചിച്ചിട്ട് നല്ലതുപോലെ വിഷമം വന്ന് അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഇവർക്കാണെങ്കിൽ ഇനി ഒന്നും ചോദിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ പോള് ജോണിനെ കണ്ടിട്ട് പറയുന്നത്,
നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവനെ ജയിലിലടയ്ക്കരുത്, അവനെ കൊന്നുകളയണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ അതേസമയം മറ്റൊരു സ്ഥലത്ത് ഒരു റെസ്റ്റോറന്റിൽ കാണിക്കുമ്പോൾ ലിസ് എന്ന് പറഞ്ഞൊരു ലേഡി അവളുടെ മകളുമായിട്ട് ആ ഒരു ടേബിളിനടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവരുടെ അടുത്തേക്ക് മറ്റൊരാൾ വന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഇവരോട് സംസാരിക്കുന്ന ആ ഒരാളുണ്ടല്ലോ, അയാള് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു, ഇവരുടെ കാറിനെ പറ്റിയെല്ലാം. അപ്പൊ ഇത് കേട്ട ലിസിനാണെങ്കിലും എന്തോ ഒരു സംശയം തോന്നി. അവള് പെട്ടെന്ന് അവള് കഴിക്കുന്ന ഫുഡിലെ ഉള്ളി മാറ്റണമെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. പക്ഷെ അവള് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയ ആ ഒരാളുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം ലിസ് പോലീസിനോട് വന്ന് പറയുകയും ചെയ്യും. നല്ല ഉയരമുള്ള ഒരാളായിരുന്നെന്നും അതുമല്ലാതെ അയാളുടെ ദേഹത്ത് നിന്നും മോർഫിൻ നല്ലതുപോലെ മണക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ജോണും ജോലിയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോളും അവന്റെ ഗേൾഫ്രണ്ടും പോയിട്ടുള്ള ആ ഒരു ഹോട്ടലുണ്ടല്ലോ, അവിടുത്തെ ഓണർ അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകള് ഇവരെ എല്ലാവരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ആ ഒരു ലേഡി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാൾ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്കും പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ തെളിവുകളൊന്നും കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ലിസ് എന്ന് പറഞ്ഞ ആ ലേഡി പറയുന്നത്, ശരി ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ജോൺ ആ ഒരു ഷെരീഫ് ഉണ്ടല്ലോ അയാളുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു ഷെരീഫ് വേറെ ആരുമല്ല, ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ജോണിന്റെ അച്ഛനാണ്. അതുപോലെ അയാൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല പ്രായമായതുകൊണ്ട് തന്നെ അയാളുടെ ഹെൽത്തും അത്ര കുറവാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജോലിയിലേക്ക് ഇറങ്ങണ്ട, ഇനി അച്ഛൻ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ലിസ് അവൾ ഈ ഒരു കാർ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ റോഡിലായിട്ട് ഒരു മാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇതിനെന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിസ് ആയാലും വണ്ടി നിർത്തി അവള് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു മാനിനെടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനെ കൊന്നിട്ടേക്കാണ്. അതുമല്ല അതിന്റെ ദേഹത്താണെങ്കിൽ മനുഷ്യന്റെ കൈപ്പാടുകളും കാണുന്നുണ്ട്. ഇത് കണ്ട ലിസ് ആണെങ്കിലും എന്താണെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം. അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആഹാ ഒരു കാറിനടുത്ത് ആ ഒരു മനുഷ്യ ചെന്നായ അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട ലിസ് ആണെങ്കിലും അവള് തോക്കെടുത്തുകൊണ്ട് വന്നിരുന്നു. ആ ഒരു തോക്കെടുത്ത് ഈ ഒരു ചെന്നായെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ചെന്നായ ലിസിനടുത്തേക്ക് വന്ന് അവളെയും കൊന്ന്. പാവം ആ ഒരു കുഞ്ഞിനെങ്കിലും വെറുതെ വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു കുഞ്ഞിനെയും ആ ഒരു ചെന്നായ കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ പോലീസ് ജോൺ എല്ലാവരും ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു കൊലപാതകവും അവര് നേരിട്ട് കാണുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ആ ഒരു മാന്റെ ദേഹത്തുള്ള കൈപ്പാടുകളുണ്ടല്ലോ, അതിന്റെ സ്കിൻ ഉൾപ്പെടെ ആരോ ഉരിച്ചെടുത്തോണ്ട് പോയതുപോലെ ഇവർക്ക് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും ജോണിന് അത്രയും ദേഷ്യം വന്നിട്ട് ഇപ്പൊ ആ ഒരു സ്ത്രീയുടെയും അതേപോലെ തന്നെ അവരുടെ മകളുടെയും ഫ്യൂണറല്ലേ അതിന് ഇവര് പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജോൺ ഇപ്പോ അവന്റെ മകളെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അവനാണെങ്കിലും ഈ ഒരു കേസിൽ ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ വീണ്ടും വന്ന് ഇവൻ ഇതുപോലെ ആ ഒരു മദ്യം കഴിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ഒരു ചെറിയ ക്യാബിനടുത്ത് ഒരാളെ കണ്ടിരുന്നല്ലോ, അയാൾ ഇപ്പോ എന്തോ ഒന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയാളുടെ കയ്യില് ഒരു ചെന്നായിയുടെ ടാറ്റു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്കും ജോൺ ഇപ്പോ നേരെ ഒരു ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ഈ ഒരു ചെന്നായ്ക്കളുണ്ടല്ലോ അതിനെ പറ്റിയുള്ള ചരിത്രം മുഴുവനായിട്ടും അങ്ങനെ പഠിക്കുകയാണ്. വേറെ ഒന്നല്ല, അവന്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞിരുന്നു ഇതിന് കാരണം ചിലപ്പോൾ ഒരു ചെന്നായിരിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ബുക്കിലെ കാര്യങ്ങള് ഇവനിങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് ഇവർ ഈ അടുത്ത് ഹെന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയല്ലോ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേയും ഒരു സ്ത്രീയെ ഇതുപോലെ ഒരു ചെന്നായ കൊന്നതായിട്ടുള്ള കാര്യം ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി ഒരൊറ്റ ഉറക്കം പോലും ഇല്ലാതെ നമ്മുടെ ജോൺ ആ ഒരു ലൈബ്രറിയിൽ അന്നത്തെ ദിവസം മുഴുവനായിട്ട് ഇരുന്ന് ഈ ഒരു ബുക്കെല്ലാം നല്ലതുപോലെ വായിക്കാണ്. അങ്ങനെ വായിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ പെട്ടെന്നൊരു ചെന്നായെ തന്റെ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുന്നതും ആ ഒരു ലൈബ്രറിയിലെ അപ്പൂപ്പൻ അയാൾ കണ്ടിട്ട് പേടിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജോൺ ആണെങ്കിൽ നേരെ ജൂലിയെ വിളിച്ചിട്ട് അവൻ വായിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവളോട് പറയാണ്. ഞാൻ വിചാരിച്ചതുപോലെ ഇതൊരിക്കലും ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല, ഇത് വലിയൊരു മോൺസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതൊരു മാജിക്കോ മറ്റു കാര്യങ്ങളല്ല. കാരണം ഒരു മനുഷ്യൻ അവന്റെ ദേഷ്യത്തിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴത്തേക്കും രാത്രി സമയങ്ങളിലെ അതും പൂർണ്ണചന്ദ്രനുള്ള സമയത്ത് അവൻ ഇതുപോലെ ഒരു ചെന്നായിട്ട് മാറുന്ന കാര്യം ആ ഒരു ബുക്കിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ജോലിയാണെങ്കിലോ ഇവന്റെ ഈ ഒരു കഥ കേട്ടിട്ട് നല്ലതുപോലെ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജോൺ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു വിക്ടിംസ് എല്ലാം എന്തുകൊണ്ടൊരു പുരുഷനല്ല, എല്ലാം സ്ത്രീകളാണ്, അതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാല് ലിസ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയോട് 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഏതോ ഒരാള് ഫോണിലൂടെ സംസാരിച്ച കാര്യം നമ്മുടെ ജോൺ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഫോണും എടുത്ത് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരാൾ എവിടെ നിന്നാണ് വിളിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജോൺ ആയാലും നേരെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ നിന്നും എന്തെങ്കിലും ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫുട് പ്രിന്റോ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അടയാളവും ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോണിന് അത്രയും ദേഷ്യം വന്നിട്ട് അവന്റെ പാർട്ണറിനെ വഴക്ക് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് നല്ലതുപോലെ നോക്കടാ, എന്നാലും എന്തെങ്കിലും കിട്ടൂ എന്നല്ല ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് ഈ നഗരത്തിന് വെളിയിൽ രാത്രി സമയങ്ങളിൽ ആരും പുറത്തിറങ്ങരുത്.
ഇതുപോലെ നഗരത്തിൽ ഒരുപാട് ക്രൈംസ് എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ടിവിയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നഗരത്തിൽ രാത്രി സമയത്ത് ആരും അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോഴേക്കും തന്നെ നമ്മുടെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ആരാണ് ഈ ഒരു കൊലയാളി എന്ന് കണ്ടുപിടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി തന്നെ എല്ലാവരും റെഡി ആയിട്ട് ഓക്കെ ഈ രാത്രിയിൽ നമ്മൾ എന്തായാലും കൊലയാളിയെ കണ്ടുപിടിക്കും, എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യണം, ഇത് ആ ഒരു കൊലയാളിയെ നമ്മൾ കണ്ടു ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോണിന്റെ അച്ഛന് ഒട്ടും വയ്യ. അയാളാണെങ്കിൽ പെട്ടെന്ന് താഴെ ഇരിക്കുമ്പോഴത്തേക്കും അല്ലച്ചാ ഡോക്ടറിനെ വിളിക്കണം. ഏയ് വേണ്ട കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളോടൊപ്പം വരാന്ന് പറയുമ്പോൾ ഇല്ലില്ല ഇന്ന് എന്തായാലും അച്ഛൻ ഞങ്ങളോടൊപ്പം വരണ്ട എന്നും പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ അവിടെ ഇരുത്തി നമ്മുടെ ജോൺ ഒറ്റയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങും. അതുപോലെ പോകുന്നതിന് മുന്നേ തന്നെ ആംബുലൻസിനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെയുള്ള ലേഡി ഓഫീസറിനോട് ഒരു ആംബുലൻസിനെ വിളിക്കാനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോൺ ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഇവിടെ ജോണിന്റെ വീട്ടിലെ ജനയുണ്ടല്ലോ, ജോണിന്റെ മകള്, അവളെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോ പ്രായപൂർത്തിയായിട്ടൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ബോയ് ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, ഹേയ് നിനക്ക് വരാൻ കഴിയോ വീട്ടിലേക്ക്, ഇന്നാണെങ്കിൽ വീട്ടിൽ ആരുമില്ല എന്നുള്ള രീതിയിൽ അവള് പറയുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ജനയും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ചേർന്ന് വെളിയിലുള്ള ഒരു കാറിനകത്തിരുന്ന് അങ്ങനെ കിസ് ചെയ്യാണ്. അങ്ങനെ കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും ഒരു ലേഡി അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന ശബ്ദം കേട്ട് ജനയായാലും അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡി ജനാലയുടെ കൈ തട്ടി അവരെ എന്തോ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പോലീസിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ജന തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ചെന്നായ മനുഷ്യൻ ആ ഒരു കാറ് ഇടിച്ചങ്ങ് മറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജനയും അവളുടെ ബോയ് ഫ്രണ്ടും ഈ ഒരു കാറിനകത്ത് കിടന്നിട്ട് അവർ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തില് ഈ ഒരു കാറിന്റെ ഡോർ തുറന്ന് നമ്മുടെ ജന നേരെ വെളിയിലേക്ക് വന്ന് വീഴുന്നതും ആ ഒരു ചെന്നായ അവളെ കൊല്ലായിട്ട് വന്നിങ്ങനെ നിൽക്കുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോ ജോൺ ഉണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ചാടി ആ ഒരു കാറിൽ നിന്നിറങ്ങി ഈ ഒരു ചെന്നായെ ഷൂട്ട് ചെയ്യുന്നതും അതിപ്പോ അവിടെ നിന്ന് ഓടിയങ്ങ് പോകുന്നു. എന്തായാലും ജന രക്ഷപ്പെട്ടു. അങ്ങനെ ജോൺ ആയാലും ജനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇന്ന് നിന്നെ കൊണ്ടു മോളെ. അവളാണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ടിനെ നോക്കുമ്പോഴത്തേക്കും ജോൺ ആണെങ്കിലും നിന്നോട് പറഞ്ഞതല്ലേ വീടിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ കേൾക്കാതെ പുറത്ത് വന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ എന്നെല്ലാം പറഞ്ഞ് അവളെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ജന ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അച്ഛനോടൊപ്പം എനിക്ക് ജീവിക്കാനായിട്ട് താല്പര്യമില്ല, ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല ഞാനും അച്ഛനും തമ്മില് എന്നെല്ലാം പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് കാറിലേക്ക് കയറി ഇരിക്കുകയാണ്. അതുപോലെ അവളുടെ ദേഹം മുറിഞ്ഞത് കൊണ്ട് തന്നെ അവളെ നേരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ജോണിന് ആ ഒരു ചെന്നായുടെ പുറകെ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരോട് ഈ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയും അതേപോലെ തന്നെ മറ്റൊരു പോലീസുകാരനും അവർക്ക് സംശയം തോന്നിയ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മരിച്ച ഒരു പോലീസുകാരനെ അവർ കണ്ടെത്തുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ജോണിനെ വിളിച്ച് പറയുന്നുണ്ട്. ജോൺ ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കല്ലേ. അതുമല്ല ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നമ്മുടെ ജോൺ ആണെങ്കിൽ ജനബോധമില്ലാതെ കിടക്കുമ്പോഴത്തേക്കും അവളുടെ ഫോൺ എടുത്ത് അതിന്റെ ലോക്ക് അവളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് എടുത്തിട്ട് ഇപ്പൊ ആ ഒരു ഫോൺ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ കണ്ട് ജോണിന് അത്രയും ദേഷ്യം വന്ന് നേരെ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവന്റെ മുഖവും മറിച്ച് ആ ഒരു ബോയ് ഫ്രണ്ടിനെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അവസാനം അവന്റെ കഴുത്ത് പിടിച്ച് ചിരിക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്റെ അമ്മ വന്ന് ഇവരെ തടയാണ്. അതുമല്ല തടഞ്ഞു കഴിഞ്ഞ അവസാനം അവര് ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് നമ്മുടെ ജോണിന്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു മുഖത്തേട്ടിരുന്ന ആ ഒരു തുണി മാറുമ്പോഴത്തേക്കാണ് ഇത് പോലീസുകാരനായിട്ടുള്ള ജോൺ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ജോൺ ആയാലും നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് ഓടി ചെന്നിട്ട് കുറച്ച് പാലെടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒഴിക്കും. അപ്പോഴാണ് കുറച്ച് ആശ്വാസം വന്നത്. അത് കഴിഞ്ഞ് അവൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജനയുടെ അടുത്ത് ജൂലി ഇരിക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ ജോണിന്റെ അച്ഛൻ മരണപ്പെട്ടു. ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാള്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ പിന്നീട് നമ്മുടെ ജോൺ എപ്പോഴും കുടിക്കാൻ തുടങ്ങും. അവൻ ആൽക്കഹോൾ നിർത്തിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇപ്പൊ അത് വീണ്ടും ഈ ഒരു സങ്കടം കാരണം അവൻ പിന്നെയും തുടങ്ങിയിട്ട് ഇപ്പൊ പല ദിവസവും അവൻ വീട്ടിലേക്ക് കുടിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ജനയാണ് വന്ന് അവനെ നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജനയ്ക്ക് അത്രയും വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുണ്ടല്ലോ കയ്യിൽ ആ ഒരു ചെന്നായുടെ ടാറ്റുവെല്ലാം അടിച്ചിട്ടുള്ള ആള്, കയ്യിൽ ചെന്നായുടെ ആ ഒരു ടാറ്റുവെല്ലാം അടിച്ച ഒരാള്, അയാളിപ്പോ റൂമിൽ നിന്നിട്ട് എന്തോ ഒരു കാര്യം അയാളുടെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അയാൾ ബോധമില്ലാതെ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ജോണിനെ ജൂലിയെ വിളിക്കാണ്. എന്താണെന്ന് വെച്ചാല് ലിസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാളുടെ ശരീരം ഒരിടത്ത് നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാളുടെ ശരീരം എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിങ്ങനെ പോവാണ്. അപ്പോൾ ആ ഒരു മെഡിക്കൽ എക്സാമിനർ ആയാലും പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മാച്ചാണ്, ഇത് തന്നെയാണ് കൊലയാളി, അതുകൊണ്ട് ഈ ഒരു കേസ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ജോണിനെ ശരിയായിട്ട് വരുന്നില്ല. അവൻ പെട്ടെന്ന് ആ ഒരു ഡോക്ടറിനെ നോക്കി അയാളെ വഴക്ക് പറഞ്ഞ് നമ്മുടെ ജൂലിയ ഇപ്പോൾ ആ ഒരു ഡോക്ടറിനോട് സോറിയും പറഞ്ഞിട്ട് ജോണിനെ വിളിച്ച് തിരിച്ചു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ജോൺ പറയുന്നത്, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, പക്ഷെ ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് വരുമ്പോൾ ജൂലി ആയാലും ഹേയ് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ സമാധാനപ്പെടുത്താണ്. അത് കഴിഞ്ഞ് നമ്മുടെ ജോൺ ആണെങ്കിലോ വീണ്ടും അവന്റെ ആ ഒരു മദ്യപാന ശീലം അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ആളുകളോടും അവനിങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം ഞാനാണ് നിങ്ങളോട് മദ്യത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്, പക്ഷെ ഞാൻ തന്നെ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരോടും സോറി പറയുന്നു.
അങ്ങനെ ഇവിടെ നമ്മുടെ ജൂലിയെ കാണിക്കുമ്പോഴത്തേക്കും ജൂലിയെ ഇപ്പോ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ അവനെ വിളിക്കുകയാണ്. എന്നിട്ടാണ് അവൾ പറയുന്നത്, ഞാൻ നിന്റെ ഒരു കാര്യം നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും അത് വലിയൊരു നീഡിലാണ്. ഓക്കെ, അത് നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പോള് പറയും സോറി ഇത് എന്റേതല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയെ എന്തോ ഒരു കാര്യം മിസ് ചെയ്തതുപോലെ അവളാണെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ജോൺ ഉണ്ടല്ലോ, ജോൺ ഇപ്പോ ആ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ട്. അവന്റെ പേര് ലൂക്ക് എന്നാണ്. അപ്പോൾ ലൂക്കിനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവനിപ്പോ ഡോർ തുറന്നിട്ട് നമ്മുടെ ജോണിനെ പെട്ടെന്ന് അകത്തേക്ക് വരുത്തുന്നു. അതുമല്ല ജോൺ അകത്തേക്ക് വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ അവൻ അകത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോൺ ആയാലും അയാളോട് വന്ന് ഈ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ അങ്ങനെയൊക്കെ പോണല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇവർ ആ ഒരു കേസിനെ പറ്റി സംസാരിച്ചേ. ജോൺ പറയും ശരി ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജോൺ എന്തോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അപ്പൊ തന്നെ ജോൺ അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ലൂക്കിന്റെ ആ ഒരു വീട്ടിൽ തട്ടുമ്പോഴത്തേക്കും അവൻ ഡോർ തുറക്കുന്നില്ല. 2-3 തവണ തട്ടുമ്പോൾ അവൻ ഡോർ തുറന്നിട്ട് ജോണിനെ ഇങ്ങനെ നോക്കും. അപ്പോൾ ജോൺ പറയും അല്ല നിനക്ക് എത്ര ഉയരമുണ്ട്? എന്തുപറ്റി സാർ? ഇല്ല വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അല്ല ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ലൂക്ക് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം അവന് നല്ല ഉയരമുണ്ട്. ഇതുകൂടി കാണുന്നത് നമ്മുടെ ജോണിന് മനസ്സിലായി ലിസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി പറഞ്ഞ ആ ഒരാള് അതിവൻ തന്നെയാണെന്ന്. അപ്പോഴേക്കും ഇവൻ ആ ഒരു ഡോർ പെട്ടെന്ന് അടച്ചിട്ട് പിന്നെ തുറക്കുന്നില്ല. അങ്ങനെ ജോൺ വെളിയിലേക്ക് വന്ന് പോലീസുകാരെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓക്കെ അവർ വരാനായിട്ട് എന്തായാലും ലേറ്റ് ആവും, അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ജോൺ ഇപ്പോ ആ ഒരു വീടിന്റെ ജനാല ഉടച്ച് നേരെ അകത്തേക്കായിരുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു മുറിയെല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട്, അതും പല രീതിയിലുള്ള. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ലൂക്ക് ഉണ്ടല്ലോ അവനൊരു കത്തി കൊണ്ടുവന്ന് നമ്മുടെ ജോണിനെ അങ്ങനെ കുത്തി പൊക്കിയെടുത്ത് ആ ഒരു ചുമരിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. ജോൺ ആണെങ്കിൽ എവിടേക്കോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അങ്ങനെ ജോണിനെ പിടിച്ച് താഴേക്കിട്ട് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ജോൺ വീണ്ടും പതിയെ ഇഴഞ്ഞ് എഴുന്നേറ്റ് അടുത്തൊരു മുറിയിലേക്ക് വരുമ്പോൾ ലൂക്ക് വന്നിട്ട് ഒരു ഒറ്റയിടി ജോൺ നേരെ താഴേക്ക് വന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെന്നായുടെ വേഷമാണിഞ്ഞ് ലൂക്ക് നേരെ വെളിയിലേക്ക് പോകുന്നു. വേറൊന്നുമല്ല, ഇത് റിയൽ ആയിട്ടുള്ള ഒരു ചെന്നായല്ല ഒരിക്കലും. ലൂക്ക് തന്നെയാണ് ഇതുപോലെ ചെന്നായുടെ വേഷം കെട്ടി മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ജോൺ ആയാലും വെറുതെ വിടോ വയറിൽ കുത്തു കൊണ്ടിട്ടും അവൻ നേരെ ലൂക്കിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അടുത്തുള്ള ഒരു കാടിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ലൂക്ക് ഇപ്പൊ ആ ഒരു ചെന്നായെ പോലെ പലയിടങ്ങളിൽ നിന്ന് ചാടി വന്നിട്ട് നമ്മുടെ ജോണിനെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് താഴേക്കിട്ട് ജോണിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂലിയ പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ലൂക്കിനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട് താഴേക്ക് വീഴുന്ന നമ്മുടെ ലൂക്ക് എഴുന്നേൽക്ക് കഴിയാതെ കിടക്കുമ്പോഴത്തേക്കാണ് ജോൺ പതിയെ എഴുന്നേറ്റ് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് ഇനി ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല, ഇവനെയൊക്കെ ഇവിടെ വെച്ച് തീർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർത്താതെ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ലൂക്കിനെ അവിടെ വെച്ച് അങ്ങ് കൊല്ലുന്നു. എന്നിട്ട് അവനായാലും മയങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജൂലിയ വന്ന് ജോണിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജന ഇപ്പൊ ഈ ഒരു സിറ്റി വിട്ട് പോകാൻ പോവാണ്. കാരണം അവള് പുതിയൊരു കോളേജിൽ പഠിക്കാൻ പോകുന്നു. നമ്മുടെ ജോണിനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജൂലിയ വന്ന് ജനയോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് അവള് പോകുമ്പോഴത്തേക്കും ജോണിന് അത്രയും വിഷമമാണ്. കാരണം ഇനി തന്റെ മകളെ നല്ലതുപോലെ നോക്കാൻ കഴിയത്തില്ലല്ലോ. ആ ഒരു വിഷമത്തിൽ തന്നെ അവളെ ആ ഒരു കോളേജിലേക്ക് വിട്ടിട്ട് ജോൺ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ. അപ്പൊ ലിസ് ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു പോലീസുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നല്ല ഉയരമുള്ള ഒരാളായിരുന്നെന്നും